ഹലോ മച്ചന്മാരെ, നമ്മുടെ ഗോവയത്തെ രണ്ടാമത്തെ ദിവസമാണിത്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇന്ന് രാവിലെ അല്ല, ഇന്നലെ രാത്രിക്കത്തെ പാർട്ടി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തിപ്പോൾ ഏകദേശം ഒരു 2-3 മണിയായി. അപ്പോൾ ആ റേഞ്ചിൽ വന്ന് ഇപ്പോഴാണ് നീച്ച് വന്ന് ഫ്രഷായി. ഇപ്പോൾ നമ്മളിതാ എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ എന്തെങ്കിലും കഴിക്കാനുള്ള വേണ്ടിയുള്ള പുറത്തിറങ്ങിയതാണ്. ഇപ്പോൾ നമ്മളെ ഇവനും 2 ആൾ കൈലാസും ബേബി അവിടെ ഉണ്ട്. പിന്നെ ബാക്കി ഫ്രണ്ട് പോകുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കിട്ടും അവിടെ തിന്നാൻ വേണ്ടി. ഇവിടെ അതായത് ബാക്കി എല്ലാത്തിനും റേറ്റ് കുറവാണെന്നുണ്ടെങ്കിലും ഫുഡിൻ്റെ കാര്യം വളരെ മോശമാണ്. അതായത് ഫുഡ് നന്നല്ല, പോരാത്തതിന് ഭയങ്കര റേറ്റാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിൽ കഴിച്ചുള്ള എന്തായാലും ഒന്നും കിട്ടില്ല, ഒരു ടേസ്റ്റും കിട്ടില്ല, ഒരു സാധനം കിട്ടില്ല, നല്ല പൈസയാവും. നല്ല രസമാണ് അവിടെ. കാണിച്ചു കേട്ടോ. ഇനിയിപ്പോൾ നേരെ പോണത് ഇപ്പോൾ അവിടുന്ന് നമ്മളെ റൂമിൽ നിന്ന് നേരെ ഇങ്ങനെ വന്നാണ്. നേരെ അവിടുന്ന് നേരെ ഒരു ഷോട്ട് ഉണ്ട്, നേരെ റോട്ടിലേക്ക്. ആ റോഡാണ് ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം പറഞ്ഞാൽ പ്യൂർ വെജ് ആ ഭാഗത്തേക്കല്ലേ? സ്പേസ് ഉണ്ട് ഇതിൽ. നമ്മളിവിടെ നിന്ന് ഒരു ഫുഡ് കഴിക്കുള്ളവരുണ്ട് കേട്ടോ. നോക്കാം. മറ്റേ ഇതാണ് ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്. ടേസ്റ്റ് വ്യത്യാസമല്ല. ഓക്കെ, കഴിച്ചോട്ടോ. ഒരുപാട് ഷോപ്പുകൾ കിട്ടും നമ്മളെ സൈഡിലൊക്കെ അടിപൊളിയായിട്ട്. പക്ഷെ നമുക്കൊന്നും ഇവിടുന്ന് വാങ്ങാനൊന്നുമില്ല. നമ്മൾ പോകുന്നു. ആടാ എനിക്ക് ഞാൻ പറയട്ടാ, ഒരു പിന്നെന്തെങ്കിലും മേടിക്കാനാടാ. അപ്പോൾ പറയാൻ മറന്നു. അതായത് ഇവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചോടുന്ന് കുഴപ്പമില്ല കേട്ടോ, ഫുഡ് കുഴപ്പമില്ല. കാര്യം ഫ്രൈഡ് റൈസിൻ്റെ റൈസ് വ്യത്യാസം നമ്മൾ നാട്ടിൽ കിട്ടുന്ന കാര്യം വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷേ ടേസ്റ്റ് ഉണ്ട്. കടിച്ച് ഫുള്ള് കഴിച്ചിട്ടോ, കുഴപ്പമില്ല. വരണമൊന്നും വരില്ല എന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെ നടന്നിട്ടോ അവിടുന്ന്. ഓക്കെ കൈലാസ, എത്ര വെച്ചേക്കാം? ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ ഇന്നലെ എടുത്തിട്ട് കുറച്ച് പ്രശ്നമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ആ കട ഇതാണ്. ചീസ് മറ്റേ ചീസിൻ്റെ രസമുണ്ട്. പക്ഷെ എന്താ റേറ്റ് എങ്ങനെയാണ് ചോദിച്ചോളാം. കൈലാസ
ഇന്നലെ ഇവിടെ നട്ടെ പിടിച്ച് സീനായത് ഇയാളെടുന്ന് സാധനം വരെ വിട്ട് അപ്പോൾ ഇന്നലെ ഇവിടെ നിന്ന് മേടിച്ചിട്ട് കുറച്ച് സീനായിരുന്നു. അപ്പോൾ ഇന്ന് അറിയാതെ പണ്ട് ചെക്കന്മാരെ കൊണ്ട് കയറിയതാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈ സാധനങ്ങൾക്ക് ഭയങ്കര വിലയാണ്. ഇന്നലെ അവിടെ വന്നപ്പോൾ മനസ്സിലായി. ഈ ചെറുതിന് 40 രൂപ, അങ്ങനെ ഒരു തൊള്ള തോന്നിയ വിലയാണ്. അതൊക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കേണ്ടി വരും. OCB ഇതിനുള്ളിലാണ് സാധനം നിറയ്ക്കുക. അത് ശരി, ഇതാണ് അതാണ് ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ടാവോ? പേപ്പറുണ്ട്, അതിനുള്ളിൽ സാധനം നിറച്ചാൽ മാത്രം. ഓഹോ, അത് കൊള്ളാം. ഇതാക്കണം സാധനം. ആ ഇതൊന്ന് ഒരു ആ സ്റ്റിക്ക് ഒന്നാണിത്. ശരി, അടിപൊളി. നമ്മൾ അവിടുന്ന് വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങിയ അമ്മാരി കൂട്ടാറല്ലേ. അതിന് നമ്മൾ നിർത്തിയിട്ട് സ്റ്റോപ്പാക്കിയിട്ടില്ലല്ലോ തീരെ. ആ എവിടെ എവിടെ സ്ഥലം എവിടെ? വയനാടാ? നിങ്ങള് മലപ്പുറം? മലപ്പുറം കോട്ടക്കൽ എന്ന് പറയും. ആ എന്നപ്പോ ആ എവിടെ എവിടെ റൂം? ഇവിടെ ഡോർമെറ്ററി എടുക്കാം. ആ ആ ഒറ്റയ്ക്കോ? അത് കളിയാണോ വേണ്ടി വന്നാ? അല്ലല്ല, ഞാൻ അങ്ങനെ ജസ്റ്റ് ഇറങ്ങി ലാസ്റ്റ് കിടക്കുക. അല്ല ഹലോ ഒരു മച്ചാ നമ്മളിവിടെ വർത്താനം പറയണ കേട്ടിട്ട് എവിടെ നാട്ടിലെവിടെയാണ്? ഹലോ ചരിയൊക്കെ സൂപ്പർ മുട്ടായി കട, മുട്ടായി കട. ചെറിയ തോട്ടം കടലിക്കാൻ പോയിട്ടാ അതിന് കുറിച്ചേ ഇവിടുന്ന് കിട്ടോ കട? പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ബ്രെഡും ജാമും അതിനെ സാധനങ്ങളും വിൽക്കാറ്. കൊള്ളാം. ചെറിയ ബോട്ടിൽ എന്തെടുത്തോ? മിക്സർ ബോട്ട് ഉണ്ട്. Now at 20 rupees. Bread are $100. അല്ല മറ്റേ കറി കൂട്ടി കഴിക്കില്ലേ നമ്മളതൊരു തമ്പ്രെന്ന പോലെ. ആ എടുത്താ നോക്കാം, എന്തായാലും തിന്നാ. അവിടെ കടന്നോളും. ബ്രെഡ് ഇട്ടിട്ടാ വേറെന്താ? ഇത് രണ്ടോ കളീൻ്റെ ഇടയില മറ്റേ കെട്ടിയ സ്റ്റേജോ അതോ ടെറഫോ? ചേട്ടനും മലയാളം കേട്ടോ. ചേട്ടയുടെ ചാലക്കുടി ആ ഭാഗത്താണ് കാണാൻ.
ഓ സാധനങ്ങളൊക്കെ വാങ്ങി. റേഞ്ച് പറയുന്നുണ്ട്. ഒരാളുടെ ടവറും മറ്റാളുടെ ഗൂഗിൾ പേ കേട്ടോ. അങ്ങനെ പരിപാടി. അപ്പോൾ ഇത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ആ മണലിൽ കൂടി നടന്നിട്ടാണ് ഇവിടെ വരാ ഈ ബാക്ക് സൈഡ്. ആ മടമ്പല്ല, കാലിന്റെ മുട്ടിന്റെ ബാക്ക്. ആ 2 വീച്ച് അങ്ങോട്ട് വിടും. വേസ്റ്റടാ. അതായത് ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ 2 സ്റ്റെപ്പിന് എനർജി ഉണ്ട് അടുത്ത് വലിച്ച് നടക്കുമ്പോ. ആ അങ്ങനെ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പം ഇനി വൈകുന്നേരമൊക്കെ ആയിട്ട് ഇതിപ്പോൾ ഈ ഉച്ചയ്ക്കൊന്നും ഇറങ്ങിയിട്ട് ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നങ്ങനെ എന്തെങ്കിലും കാര്യം പുറത്തിറങ്ങണം. ഓക്കെ. ഓ അപ്പോൾ മച്ചന്മാരെ നമ്മളിന്നിപ്പോൾ ഇത്രയും നേരം അത് ഒരു ഇരുട്ടായ ശേഷമാണ് നമ്മളിപ്പോൾ പുറത്തിറങ്ങണത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ നേരത്തെ ഒന്നും പോയിട്ടൊന്നും പ്രത്യേകിച്ചും കാര്യമില്ല. നമ്മൾ നേരെ ബാഗ ബീച്ചിലേക്ക് തന്നെയാണ് പോണത്. അപ്പോൾ അതിൽ അവിടെ നിന്ന് ഫുള്ളായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ചെക്കന്മാരൊക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അവരെ ഒന്ന് കാണിച്ചു തരാം. നമ്മളെ വൈശാഖുണ്ട്, ആ പിന്നെ നിവേദുണ്ട്. ഇരുട്ടാണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം വീഡിയോയിൽ ക്ലാരിറ്റി ആവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്ര ഉള്ളത് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ ആ ഭാഗത്ത് ഇങ്ങനെ പോയിട്ട് അതിന് കാണാൻ പറ്റിയ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നമ്മളെ ചെക്കന്മാരാത്രല്ലോ കേട്ടോ ഇവിടെ. ഏകദേശം ഒരു 9-10 മണിയായി തുടങ്ങിട്ടോ. അപ്പോഴാണ് നമ്മൾ ഇറങ്ങണത്. കാര്യം ഇന്നലെ തന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു അതായത് 6 മണിക്ക് തുടങ്ങിയത് അവിടെ പബ്ബിൽ അങ്ങനെ കയറിയിട്ടായിട്ട് ഏകദേശം ഒരു 4-5 മണിയായിട്ട് അത്രയും നേരം വൈകിട്ടാണ് അത് വന്നിട്ടാണ് റൂമിൽ കയറി കിടന്നത്. അപ്പോൾ അതിന് തന്നെ ബാക്കിയുള്ളവർ ഫുള്ള് റെസ്റ്റിലാണ്. ഇപ്പോൾ ഇതാ ഏകദേശം എല്ലാവരും ഉണ്ട്. ഇവിടെ നിന്നുണ്ടോ? ആ നിക്കണ പോലെ തോന്നുന്നുണ്ട്. കാക്കേ പക്ഷെ മണല് കയറാണ് സീൻ, ഉള്ളിക്ക് കയറാ സീന്. സോക്സിനുള്ളിക്ക് സോക്സ് ഇട്ടണ സീൻ ഉണ്ടാകാം. ഇപ്പം നമ്മൾ മച്ചന്മാരെ ഏകദേശം ബീച്ചിലാണ്. ഒരു വസ്തു കാണാൻ പറ്റില്ല എന്ന് എനിക്കിപ്പോൾ ഇതിൽ നിന്ന് തന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതാ ഉള്ളത് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. കാരണം ഇത്രയും നേരത്തെ എൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ നേരിട്ട്, അതായത് ഓരോരുത്തരും സ്വന്തം വന്ന് കാണേണ്ട
കാഴ്ചകളാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാര്യം ഇത് എത്രത്തോളം വീഡിയോയിൽ എടുത്താലൊന്നും ഒരാൾക്കും ഒന്നും മനസ്സിലാവില്ല. ഇതിപ്പോൾ കണ്ണിൻ്റെ കാഴ്ച എന്തായാലും വീഡിയോയിൽ കിട്ടില്ല, അതൊക്കെയാണ്. അപ്പോൾ അതിനനുസരിച്ച് കണ്ടറിയേണ്ടത് കണ്ടന്നെ അറിയണം. അത്രയും വൈബാ, പൊളി. കണ്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ കാണുന്നത്, ഇവിടേക്ക് വരാൻ വെയിലേറ്റം കാണാൻ രാത്രി ആയതുകൊണ്ട് തന്നെ പിന്നെ ഇത്രയും അത് ഒരുപാട് കര കയറിയിട്ടാണ് വെള്ളം ഒഴുകുന്നത്. അത് കടലിലെ തിരമാല, പൊളി. നമ്മളിപ്പോൾ നടക്കുന്നതാണ് ആ സൈഡ് ഏറ്റവും ഇതാ ഇപ്പോൾ ഇതുണ്ടല്ലേ, അതായത് ആ സൈഡാണ് ഭാഗം കേട്ടോ. ആ ലൈറ്റൊക്കെ മുകളിലേക്ക് അതൊന്നും കാണുന്നുണ്ടാവില്ല. ഓക്കെ, ആ സൈഡാണ് ഭാഗം, അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പരമാവധി മകപ്പെടാ ഇന്നലെ കളിച്ചാളെ ഓർമ്മയില്ല മുടി കഴിച്ചു.
അത് ചെയ്തില്ല